ചെന്താമരയുമായി ഒരു മേഖലയിലേക്ക് പോലീസ് തെളിവെടുപ്പിനെത്തുന്ന സമയത്ത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകില്ലെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് വൈകാരികമായി ഇവിടെയുള്ള അയൽവാസികളായ ചേച്ചിമാരൊക്കെ തന്നെ പ്രതിയോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ജീവന് ഭീഷണിയുള്ള പേടിച്ചായിരുന്നു അവരൊക്കെ തന്നെ സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. ചെന്താമരയുടെ വീടിൻ്റെ തൊട്ട് മുൻപിലുള്ള അയൽവാസികളായിട്ടുള്ള ചേച്ചിമാരുടെ വീടാണിത്. ചെന്താമര ഇവിടെ എത്തി കണ്ട സമയത്ത് ഒരു കുറ്റബോധവുമില്ലാതെ പോലീസിനോട് കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ച് നൽകുന്നുണ്ട്. എന്താ തോന്നിയത്? അവനെ കൊന്ന എന്നാ എനിക്ക് സമാധാനം. ഇല്ലെങ്കിലും എനിക്ക് സമാധാനം കുറവാണ്. ഈ കുട്ടികളിനെ വിട്ടിട്ട് പോകാൻ എനിക്ക് സമാധാനം കുറവാണ്. തീരെ ഇവിടെ ഇരിക്കാനും സമാധാനം കുറവാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ടില്ലേ. ഞങ്ങൾ ഈ വീട് വിട്ട് എവിടേക്ക് പോകും? ചെന്താമര ജയിലിലായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പേടി തന്നെയാണ്. ഇയാൾ എന്തും ചെയ്യാൻ മടി. പേടിയില്ലാതെ ഇരിക്കില്ല. അവൻ കൊന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുറത്ത് പോയി എന്ന് കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണണം. എന്താ ആഗ്രഹിക്കുന്നു? ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പോകണം. പുഷ്പചേച്ചി, നേരത്തെ നമ്മൾ പുഷ്പചേച്ചിയോട് സംസാരിച്ചിരുന്നു. പ്രതി ഇവിടെ കൊണ്ടുവന്ന സമയത്ത് കണ്ടല്ലോ കാര്യങ്ങളൊക്കെ തന്നെ. ഒരു സാറ് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, കാണിച്ചു തരാം പുഷ്പചേച്ചി ഒന്ന് വർത്താനം പറഞ്ഞു, അടിച്ചു ഒന്ന്. അയാൾ എന്ത് പറഞ്ഞാൽ ഞാൻ അടിക്കുന്നത്? അടുത്തെങ്ങനെ ഞാൻ പോകും പറയും. അയാൾ എന്നെ തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തെ. അപ്പോൾ എൻ്റെ മുമ്പ് ഒരു ചേട്ടൻ നിന്ന് കണ്ടാ ചേച്ചി നിങ്ങളെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾക്കിപ്പോൾ എന്താ പറയുക, എന്നെ വകവരുത്താതിൻ്റെ ഒരു മാത്രമേ ഒരു ഇതുള്ളൂ. അല്ല, നിങ്ങൾ കണ്ടില്ലേ, അയാൾ മുഖം കണ്ടില്ല എല്ലാവരും. ഞാൻ പറയണാണ് നോണ അല്ല അയാളിനെ ഇതാക്കുകയാണ് പറയുന്നത്. അയാൾ അടുത്തിൽ പോയി ഞാൻ എങ്ങനെ ഇയാളെ തല്ലും പറയും. ചുരുട്ടിക്കൂട്ടി എന്നെ അറിയും. എന്തെങ്കിലും ഉണ്ടാ പറയും. നിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ നുണയാണ് ഇങ്ങനെയൊക്കെ പറയണല്ലേ. ഇതൊക്കെ സത്യമല്ലേ പറയും. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയി എന്താ പറയുക കംപ്ലൈൻറ്റ് കൊടുത്തത്. ഞങ്ങൾക്കൊരു സുരക്ഷിത വേണം, ഇയാളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, അയാൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു 3-4 പ്രാവശ്യം. എന്നിട്ടും 2 ജീവനെ കളഞ്ഞില്ലേ. ചുണ്ട് നാക്ക് ഇതെന്ത് ഞാൻ ഇവരൊക്കെ ഭയങ്കര ഇതായിരുന്നു. അവർ പറയുമ്പോൾ അവരെന്നെ ശ്രദ്ധിക്കുന്ന കാരണമല്ല. ഇപ്പോൾ കണ്ടാ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അവർ കൊണ്ടുപോയി എൻ്റെ ഉള്ളിൽ കൊണ്ട് തെളിവെടുത്തിട്ട് വന്നില്ലേ. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഈ ചുണ്ട് കടിച്ച് നോക്കി. എൻ്റെ മുമ്പ് ഒരു സഹോദരൻ നിന്നിട്ട് കണ്ടാ അത് ചേച്ചിനെയാണ് ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പം ഞാൻ അവർ അന്ന് മോൻ കാണാവരുടെ ഉള്ളിൽ കയറി. അപ്പോഴേക്കും സാറ് വിളിച്ചു പുഷ്പചേച്ചി. അപ്പോഴാണ് ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴേക്കും അപ്പോഴും അയാൾ ചുണ്ട് നോക്കും. ഒരു പ്രതികരണവും ഇല്ല. കയ്യോ കാലോ വയ്യാത്തവർ എന്ത് പറഞ്ഞാ അങ്ങനെ പൈസ പോയൊരു അമ്മേനെ എനിക്ക് ഒന്നും കിട്ടിയില്ലേ. മഹാഭാവിന് എനിക്ക് എന്ത് കിട്ടി? മക്കളാണ് അതിയാക്കി വെച്ചില്ലേ പറഞ്ഞ അങ്ങനെ കാണിച്ചു. ഞങ്ങൾ 2 പേരിനും വകവരുത്തി അയാൾക്ക് ഒറ്റ കുഴപ്പമില്ല. ആ കുട്ടികൾ കണ്ട് അനാഥരായി കരഞ്ഞു ഒരാളും ഇല്ല. അവിടെ ഒറ്റയ്ക്ക് നാളെയും ഞങ്ങളെല്ലാവരും കാണാൻ പോകണം ഒറ്റയ്ക്ക് പറയും. അവർ അച്ഛനും ഇല്ല, അച്ഛമ്മയും ഇല്ല, അമ്മയും ഇല്ല. ഇയാൾക്കിപ്പോൾ ഇയാളുടെ വീട്ടിൽ ആയങ്ങൾക്ക് നഷ്ടമുണ്ടാ? നഷ്ടപ്പെട്ട അയാൾ പോയി. ഇനിയിപ്പോൾ ഇയാൾക്ക് ശിക്ഷയുണ്ട്, ശിക്ഷയ്ക്ക് പോയി നിന്നാൽ മതിയല്ലോ. ശിക്ഷയ്ക്കും പോയിട്ട് ഇയാൾക്ക് നല്ലൊരു ശിക്ഷ കിട്ടുന്ന ആര് കണ്ട്? ഞങ്ങളെങ്ങനെ വിശ്വസിക്കും പറയും? നല്ല ശിക്ഷ കിട്ടുന്ന ഇവൾക്ക് ഞങ്ങൾക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റും? നല്ല ശിക്ഷ കിട്ടും, ഇയാൾ ശിക്ഷിച്ചു അവിടെ തന്നെ കിടക്കും, ഞങ്ങൾ നിന്നെയും ഒന്നും ചെയ്യില്ല, ഞങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന് ആര് കണ്ട്? എല്ലാ മേഖലകളും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ജയിലിൽ ചാടി വരില്ല എന്ന് ആര് കണ്ട്? നിങ്ങൾ ശിക്ഷ കൊടുക്കും പറയും. എന്ത് ശിക്ഷയാണ് കൊടുത്തിരിക്കണേ? 6 വർഷത്തിൽ ഇപ്പം 2 നടത്തിയിട്ട് പോയില്ലേ. നീ വേണമെങ്കിൽ 1 മാസം 2 മാസം ഇനി 3 മാസം കഴിയുമ്പോൾ ഇയാൾ ജയിലിൽ ചാടിയാൽ ഇപ്പം എന്ത് ചെയ്യും? ആളെയും കൊലപ്പെടുത്തിയിട്ട് പോയാൽ പറയും ഞങ്ങൾ ശിക്ഷ കൊടുത്തില്ലേ, ഞങ്ങൾ ശിക്ഷിച്ചില്ലേ എന്ന് പറയും. സർക്കാർ മുമ്പിൽ പറയാൻ അറിയാതില്ല. അവൻ്റെയൊക്കെ യൂണിഫോമിൻ്റെ എന്താ പറയുക അതിനൊരു വിലയുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും പറയാതായത്. അതുപോലെ ഞങ്ങൾ വിചാരിക്കുന്നവർ അവർ കാണിക്കണ്ട. നല്ലല്ല ഞങ്ങൾ പോകുകയാണ്. ഇവിടെ കുട്ടിക്ക് പരീക്ഷയുണ്ട്, 1 മാസം മാർച്ചിൽ പരീക്ഷ തുടങ്ങും. പരീക്ഷ ഞാനിവിടെ ഇരിക്കില്ല, പോകുകയാണ്. എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും തമിഴ്നാട് എവിടെയെങ്കിലും പോകാനാണ്. ഞാനിരിക്കില്ല. അമ്മയൊക്കെ ഇപ്പോഴും പറഞ്ഞു അവ ഒന്നും പിടിച്ചു കഴിഞ്ഞൊന്നും ഇപ്പം എന്താ പിടിച്ചു പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇരിക്കണേ? എന്ത് ധൈര്യത്തിൽ ഇപ്പം ഇത്രയും ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ താമസിക്കും. വൈകുന്നേരം ഭക്ഷണം വെച്ച് പോലീസുകാരൊക്കെ പറഞ്ഞു ഞങ്ങളുണ്ട്, നിങ്ങളെന്തിനു പേടിക്കുന്നു, ഇവിടെ ഇരുന്നൂടെ? എനിക്കറിയാം അയാളുടെ. ആർക്കറിഞ്ഞില്ലെങ്കിൽ എനിക്കറിയും. എത്ര പേര് ഉറപ്പ് തന്നാലും അയാളെ പിടിച്ചിട്ട് പോയി ശിക്ഷിച്ചാലും ഞങ്ങൾക്കറിയാം അതിൻ്റെ എന്താണെന്നുള്ളത്. എനിക്കറിയാം. ആര് പഠിച്ചില്ലെങ്കിൽ ഞാൻ അയാളെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. തീർച്ചയായും ചെന്താമരയുടെ വീടിനോട് ചേർന്നിട്ടുള്ള താമസക്കാരാണ്, അയൽവാസികളാണ്. അവരുടെ ആശങ്കയാണ് നമ്മളോട് പങ്കുവച്ചത്. നേരത്തെ കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് തന്നെയും കൊലപ്പെടുത്തുമെന്ന് പുഷ്പയോട് ചെന്താമര പറഞ്ഞിരുന്നു എന്ന് പുഷ്പചേച്ചി നമ്മളോടൊക്കെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ തെളിവെടുപ്പിന് വന്ന സമയത്തും ചെന്താമരയുടെ മുഖഭാവം കണ്ടതിലുള്ള ഭയമാണ് അവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഈ ഒരു വീട് വിട്ടു പോകേണ്ട സ്ഥിതിയാണ്, തങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് പോവുകയാണ് എന്നുള്ളതാണ് ആ വീട്ടുകാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.